ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഉച്ചയൂണ് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. ചെമ്പല്ലി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് തണവിടാൻ ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വെച്ചത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായി ഫ്രീസായിട്ടുണ്ട്. അപ്പോൾ അത് തണവിടുന്ന സമയം കൊണ്ട് ഞാൻ ഒരു തേങ്ങ പൊതിച്ചെടുത്ത ഒരു അരമുറി ചെരുകി അരച്ച് വെച്ചിട്ടുണ്ട്. മീൻകറി ഞങ്ങൾ സാധാരണ കുടംപുളി കയറ്റി വറ്റിച്ച് വയ്ക്കുക ചെയ്യാറ്. പക്ഷേ ഇന്ന് എനിക്ക് തൃശ്ശൂർക്കാരെ പോലെ ഇങ്ങനെ തേങ്ങ അരച്ചൊഴിച്ച് വയ്ക്കില്ലേ, അങ്ങനെ അങ്ങനത്തെ കറി കൂട്ടാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെക്കാമെന്ന്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ മീൻകറി വയ്ക്കുക. പക്ഷേ ഇവിടെ ജോഷേട്ടനൊന്നും അത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ സാധാരണ വറ്റിച്ചാണ് വയ്ക്കാറ്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സബോളയും ഇഞ്ചി പച്ചമുളക് വേപ്പിലയും കാന്താരി മുളകാണ് ഇട്ടാക്കണേ. ഒരു 3-4 കുടപ്പുളിയും മീനും ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മീൻകറി അടപ്പത്ത് വെച്ചു. ഒരു ചട്ടിയിൽ ഞാൻ അപ്പുറത്ത് മീൻ വറക്കാൻ വെച്ചു. മീൻ വറക്കണതിൽ സാധാരണ പോലെയുള്ള മസാല തന്നെയാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു തുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്പിയിട്ട് അത് വറക്കാൻ വെച്ചു. സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചെയ്തു. അത് കാരണം ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോയൊന്നും എടുത്തില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്ത കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കണ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും മീൻ കറി തള വന്നായിരുന്നു. മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോണ മീനായ കാരണം ചെമ്പല്ലി ആയ കാരണം ഞാനധികം വറ്റാൻ നിന്നില്ല, വെള്ളം വറ്റാൻ നിന്നില്ല. അപ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു. കാരണം മീനാകെ പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോഴേക്കും ഒരു ചീഞ്ചട്ടി അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില കാന്താരി മുളക് പിന്നെ അത്രയൊക്കെ തന്നെ വെളുത്തുള്ളി അതിട്ട് നന്നായി മൂപ്പിക്കാൻ വെച്ചു. കാരണം ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം. മീൻ കറി ചാറായിട്ടുള്ള കാരണം പിന്നെ ബീഫ് ഗ്രേവി വേണ്ടല്ലോ. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്ത് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പുറത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോയി വന്നപ്പോൾ നേരം വൈകി. അത് കാരണം ധൃതി പിടിച്ചാണ് കറികളൊക്കെ റെഡിയാക്കുന്നത്. ഇന്ന് ഉണ്ണിക്കുട്ടനെ വീട്ടിലുണ്ട്. ഉണ്ണിക്കുട്ടൻ നീരുവെച്ചൊക്കെ ആയ കാരണം ഉണ്ണിക്കുട്ടൻ പോയിട്ടില്ല. അത് കാരണം ഒരു 12-1 മണിയൊക്കെ ആയി. അവന് ഭക്ഷണം കൊടുത്തില്ല. അത് കാരണം ധൃതി പിടിച്ചാണ്. ഞാൻ പാത്രങ്ങളൊക്കെ അപ്പ കഴുകി വയ്ക്കും. എനിക്കില്ലെങ്കിൽ പാത്രം കഴുകാന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് പാത്രം കഴുകൽ. അപ്പോൾ അത് കാരണം ഞാൻ കൈയോടെ അപ്പ കഴുകി വയ്ക്കും. കാരണം ഞാൻ തന്നെ കഴുകണ്ട, വേറെ ആരും ഇല്ലല്ലോ കഴുകാൻ. അത് കാരണം ഞാൻ തന്നെ അപ്പ കൈയോടെ കഴുകി വയ്ക്കും. അപ്പോഴേക്കും മീൻ കൂട്ടാൻ നന്നായി തള വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫിലേക്കുള്ളതും മസാലയല്ല സബോള സാധനങ്ങൾ വാട്ടണത് ഞാൻ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറിയിൽ ഉപ്പുണ്ടോ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ച് മീൻ കറി കാച്ചാന്ന് വെച്ചു. മീൻ കറി കാച്ചാനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ അത് മുരിഞ്ഞ് വരുന്ന വരെ ഇങ്ങനെ നോക്കി അവിടെ കഥയും പറഞ്ഞു നിന്നു. ജോഷേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ ജോഷേട്ടനോട് കഥയും പറഞ്ഞു നിന്നു. പിന്നെ ഉണ്ണിക്കുട്ടനുണ്ട്. ഉണ്ണിക്കുട്ടൻ ഇടയ്ക്ക് വന്ന് അമ്മ അതെന്തിട്ടമ്മ ഇതെന്തിട്ടമ്മ അമ്മ അത് തരുമോ ഇത് തരുമോ എന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചുവന്നുള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പില അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിക്കാനായിട്ട് ഓടിപ്പോയി. മുറ്റത്ത് കറിവേപ്പിലയുടെ ഒരു മരം തന്നെയുണ്ട്. അത് മടുത്തു ഞാൻ. അതിൻ്റെ കുറേ തൈകൾ അതിൻ്റെ താഴെ മുളച്ച് വന്നിട്ട് അത് പറിച്ച് കളഞ്ഞ് മടുത്തു. ഇപ്പം മരം പോയിട്ടൊരു കുറ്റി കാട് തന്നെയായി. അതിൻ്റെ തൈകളും അങ്ങനെ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ കറിവേപ്പിലയാണ്. പറിച്ച് കളഞ്ഞ് മടുത്തു. എന്നാലത് വീണ്ടും കുറേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചുവന്നുള്ളി മൂത്ത് വന്നപ്പോൾ അത് മീൻ കറിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ അത് മീൻ കറി റെഡിയായി. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ണിക്കൂട്ടം അവിടെ അടുത്ത് വന്നിരുന്ന് ബിസ്ക്കറ്റും കൊക്കുവടയൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ അത് ചവയ്ക്കണ ഒരു സൗണ്ടും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ കേൾക്കാം. കൊക്കുവട തിന്നിട്ട് എരിയുന്നുണ്ടെന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ മിണ്ടരുതെന്ന് പറയണ്ട. അത് കാരണം ആക്ഷൻ കാണിക്കുന്നുണ്ട്. ചവയ്ക്കണ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സൗണ്ടുകൾ എരിവ് വലിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ സബോള മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇട്ടുള്ളൂ. റോസ്റ്റ് ചെയ്യണ കാരണം കുറച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. മുളക് പൊടി കുറച്ചിട്ടിട്ട് കുരുമുളക് പൊടി നന്നായി ഇട്ടേ കാരണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അത് നന്നായി ഒന്ന് മൂക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി. അത് തന്നെയായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവാം. അപ്പോഴേക്കും മീൻ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മീൻ മറിച്ചിട്ടു. ബീഫ് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്ന പാത്രം അതും ഞാൻ കൈയോടെ കഴുകി വെച്ചു. അപ്പോഴേക്കും മീൻ കറി റെഡിയായത് മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് അതും തിന്ന് നോക്കി. അപ്പോൾ ബീഫ് വെള്ളം ഒന്ന് വറ്റണം. വെള്ളം വറ്റി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വരണം. എനിക്കതിഷ്ടം. ഗ്രേവി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേവി വേണം. ഇതിപ്പോൾ മീൻ കറിയൊക്കെ ഉള്ള കാരണം ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു സബോള അരിഞ്ഞെടുത്തു. ഇവിടെ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ച സബോള ഇട്ട് തിന്നാൻ ജോഷേട്ടനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു സബോള അങ്ങനെ റൗണ്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും ബീഫിലത്തെ വെള്ളം വറ്റി ഒടുങ്ങിയിട്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ കൂടി ഇട്ടു. അപ്പോൾ അതേ ബീഫ് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാക്കും തോറും അത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്ത് വരും. നമ്മൾ കഴിക്കാൻ നേരത്തെ ചൂടാക്കിയാൽ കഴിക്കാം. പിന്നെ ഞാനും ജോഷേണ്ണതേ ഉണ്ണിക്കുട്ടനും കഥയൊക്കെ പറഞ്ഞിരുന്നതേ ചോറുണ്ടോ. ചോറിന് കഴിഞ്ഞ് നേരെ പോയി അടുക്കള വൃത്തിയാക്കിയിട്ടു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബായ്.